സൂയിസൈഡ് ടെൻഡൻസി മാത്രമല്ല, ഇപ്പോൾ ഈ ഹൊറർ മൂവീസ് ഒക്കെ കാണുന്നതുകൊണ്ട് കുട്ടികൾ മറ്റ് പല അപകടങ്ങളിലേക്കും പോകാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒന്ന് വിവരിക്കാവോ? അവരുടെ ജീവിതത്തിൽ ഹോപ്പ് കൊടുക്കുന്ന ഒന്നും തിന്മയ്ക്ക് കൊടുക്കാനില്ലല്ലോ. തിന്മ കൊടുക്കുന്നതൊക്കെ ഒരു മാനിപ്പുലേഷൻ ഉണ്ടാക്കുക തലച്ചോറിൽ, അത് തെറ്റായ ബോധ്യങ്ങൾ കൊടുക്കുക. ഈ ഒരു കാര്യം കുഞ്ഞ് നമ്മളോട് പറയുമ്പോൾ ഈ പേരൻറ്റിനോട് അല്ലെ ഗാർഡിയനായിട്ട് വരുന്നവരോട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ആ കുട്ടിയുടെ കോൺഫിഡൻഷ്യാലിറ്റി ഞാൻ ബഹുമാനിക്കണം. ആ കുട്ടി ഇപ്പം എന്നോട് പറയാണ്, ഇത് അപ്പയോടും അമ്മയോടും ഇപ്പോൾ പറയണ്ട. അപ്പോൾ നമുക്കത് പറയേണ്ട കാര്യമാണെങ്കിൽ നമുക്കത് പതുക്കെ ആ ബന്ധം ആക്കി കഴിഞ്ഞാൽ കുട്ടിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക. അതെങ്ങനെ പറയാൻ പറ്റും, അല്ലെ അതിനെ കോൺഫിഡൻസ് കൊടുക്കുക. ഗോസ്റ്റ് മൂവികളും ഹൊറർ മൂവീസൊക്കെ കണ്ടിട്ട് പിള്ളേർ അവസാനം ആങ്സൈറ്റിയിലേക്കും ഡിപ്രഷനിലേക്കും പോയിട്ട് ഭയം വന്ന് സംസാരിക്കാൻ പറ്റാതെ പഠനമൊക്കെ ഉപേക്ഷിക്കപ്പെട്ട് പേരൻസിന് എന്തുകൊണ്ടാണെന്നൊക്കെ മനസ്സിലാവാതെ വന്ന കേസുകളുണ്ട്. പ്രകാശത്തിന്റെ മക്കളെ പോലെ വർദ്ധിക്കുവിൻ. പ്രകാശം സകല നന്മയിലും സത്യത്തിലും നീതിയിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. ലോകത്തിന് മുഴുവൻ പ്രകാശം നൽകിക്കൊണ്ടാണ് ഈശോ ഭൂമിയിലേക്ക് കടന്നു വന്നത്. അന്ധകാരത്തിൽ നിന്ന് മാനവകുലത്തെ പ്രകാശത്തിലേക്ക് നയിച്ചത് അവനാണ്. ഏവർക്കും ഇന്നത്തെ ഒപ്പത്തിലേക്ക് സ്വാഗതം. ഗ്രേസ് സിസ്റ്ററെ സ്വാഗതം. സിസ്റ്റർ, നമ്മൾ മൊബൈൽ അഡിക്ഷനെ പറ്റിയിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു തലമുറയെ ഒന്നടങ്കം ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഹൊറർ മൂവീസ്. കുട്ടികളെയും യുവജനങ്ങളെയൊക്കെ വല്ലാതെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫിൻ്റെ തന്നെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് അത് ഹൊറർ മൂവീസ് അല്ലെങ്കിൽ സൈക്കോ ത്രില്ലേഴ്സൊക്കെ. ഇതിനെ എങ്ങനെയാണ് ഒരു കൗൺസിലർ എന്ന നിലയിൽ സിസ്റ്റർ നോക്കിക്കാണുന്നത്? ഗോസ്റ്റ് മൂവികളും ഹൊറർ മൂവീസൊക്കെ കണ്ടിട്ട് പിള്ളേർ അവസാനം ആങ്സൈറ്റിയിലേക്കും ഡിപ്രഷനിലേക്കും പോയിട്ട് ഭയം വന്ന് സംസാരിക്കാൻ പറ്റാതെ പഠനമൊക്കെ ഉപേക്ഷിക്കപ്പെട്ട് പേരൻസിന് എന്തുകൊണ്ടാണെന്നൊക്കെ മനസ്സിലാവാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയതെന്നറിയാതെ വന്ന കേസുകളുണ്ട്. പ്രത്യേകിച്ച് ധ്യാന കേന്ദ്രങ്ങളിൽ MCRCയിലൊക്കെ ധ്യാനത്തിന് ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങൾ ആ ഒരവസ്ഥയിലൊക്കെ വന്ന കേസുകൾ ധാരാളമുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അതിൻ്റെ പ്രത്യാഘാതങ്ങളൊന്നും അറിയാതെയായിരിക്കും അത് തുടങ്ങുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഞാനെപ്പോഴും എനിക്ക് അതിൻ്റെ അനുഭവത്തിൽ നിന്നൊരു പാഠം എനിക്ക് കിട്ടുന്നത്, ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനം. നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. അപ്പോൾ ഒരു ടീനേജ് ബ്രെയിനിൽ ശരിക്കും പറഞ്ഞാൽ അഡ്രീനാലിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുക, ഈ ഹൊറർ ഫിയർ ഉണ്ടാക്കുക. ഫിയറിനോടൊപ്പം അതൊരു ത്രില്ലിങ് എക്സ്പീരിയൻസാണ്. ഡോപ്പമിൻ റിലീസും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ്, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ലോങ് ടൈം ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അതൊരു നന്മയായിരിക്കത്തില്ലല്ലോ, ഒരിക്കലും അല്ല. അപ്പോൾ അതുണ്ടാക്കുന്ന ഫിയർ, പിന്നെ അങ്ങനെയുള്ള കഥാപാത്രങ്ങളോടുള്ള അടുപ്പം. അപ്പം ഒരു സ്പിരിച്വൽ ആംഗിളിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ തമ്പുരാന് ഒന്നാം സ്ഥാനം കൊടുക്കാതെ പോകുന്ന ഒരവസ്ഥയാണ്. പേരൻസ് അത് വലിയൊരു പ്രശ്നമായിട്ട് കാണുന്നുണ്ടാവത്തില്ല, കുട്ടികളത് കാണുന്നത്. അപ്പോൾ കുട്ടികളത് അധികം പറയുന്നും ഉണ്ടാവത്തില്ല. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഈ ഫ്രീ മേസണറി, ഇല്ലുമിനാറ്റിയുടെ ഒക്കെ സ്വാധീനങ്ങളുണ്ട്. അതൊന്നും പുറമേ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അവർക്ക് ബൈബിൾ വചനങ്ങൾ അറിയാം, ഈശോയെക്കുറിച്ച് പറയാനറിയാം. പക്ഷേ ഈശോയെ സ്നേഹിക്കുകയും ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുകയും ചെയ്യുന്നവരോ ഈ എല്ലാറ്റിലും ഉപരി ഈശോയെ സ്നേഹിക്കുന്നവരാകണമെന്നില്ല. ചിലപ്പോൾ ഒരു പാട്ടിലൂടെ അറിയാൻ മേലാത്ത ഒരു ഭാഷയിലുള്ളൊരു പാട്ട് കേട്ടു, അതിൻ്റെ ടോണിൽ ഒരു ആകർഷണീയത തോന്നും, പിന്നെ ആ ലെവലിലേക്ക് പതുക്കെ പതുക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം ഒളിഞ്ഞിരിക്കുന്ന ഒരു ട്രാപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ഈ കേൾക്കുന്ന നമുക്കറിയാൻ മേലാത്ത ഭാഷയിലുള്ള പാട്ടുകൾ അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അത് എന്തുവാണ്, എന്തിനു വേണ്ടിയുള്ളതാണ്, അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്, ഇതിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ അറിയേണ്ടത് ഒരുപക്ഷെ പേരൻസും ഈ കുട്ടികളും മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മളെ നമ്മുടെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ഉണ്ടാക്കുന്നുണ്ട്, നമ്മുടെ ചിന്തയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിലെല്ലാം ഒരു ഒബ്സഷനും ഉണ്ടല്ലോ. ഒരു ഒബ്സഷൻ എന്ന് പറയുന്ന ഒരു ടേം ഇമ്പോർട്ടൻ്റാണ് ഈ അഡിക്ഷൻ്റെ അകത്ത്. നമുക്ക് വീണ്ടും 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 അത്
ഒബ്സഷൻ, അത് കണ്ടില്ലേ പ്രശ്നമുണ്ട്. പിന്നെ കമ്പൽഷനും ഉണ്ടാക്കുന്നുണ്ട്, നിർബന്ധിക്കപ്പെടുക, ഇത് കാണണം, ഇത് കാണാതെ പറ്റത്തില്ല. ഇതിന് ആ ഒബ്സസീവ് കമ്പൾസീവ് ആയിട്ടുള്ള ഒരു നേച്ചറും ഇതിലേക്ക് അഡിക്ഷൻ്റെ ഈ മൂവി കാണുന്നതിൽ അല്ലെങ്കിൽ ഒരു സാധനം ഉപയോഗിക്കുന്നതിലെല്ലാം വരുന്നുണ്ട്. അപ്പം ഈ പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞ ഗോസ്റ്റ് ഹൊറർ മൂവീസിൻ്റെ ഒരു ഇമ്പാക്റ്റ്, ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും പറയായിരുന്നു ഓജോ ബോർഡ് കളിക്കുന്നതിനെ കുറിച്ച്, സിനിമയിൽ അങ്ങനെ വന്നു കളിക്കും. ഇപ്പോഴും അത് വരച്ച് കളിക്കുന്നവരും ഇങ്ങനെ ഒരു സോള് വിളിച്ചു വരുത്തുന്നു, അത് കഴിഞ്ഞ് ഭയം വരുന്നു. അപ്പോൾ അവർ വിശ്വസിക്കുന്ന ഒരു പാരാനോർമൽ കാര്യങ്ങൾ വിശ്വസിക്കുക, അല്ലെങ്കിൽ പിന്നെ റിയാലിറ്റി വരുമ്പോൾ ഇന്നത് വരുന്നു, ഇരുട്ടിനെ പേടി. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു കുഞ്ഞ് വളർന്നുകൊണ്ട കാര്യത്തിൽ ഇരുട്ടിനെ ഭയക്കേണ്ട കാര്യമില്ലല്ലോ. ആ സമയത്ത്, ആ ഇരുട്ടിൻ്റെ സമയത്ത് നമ്മൾ നോർമലായിട്ട് ഉറങ്ങേണ്ടതുണ്ട്, വിശ്രമിക്കേണ്ട സമയമാണ്. അതിനെല്ലാം ഒരു താളമുണ്ട്. ആ താളം തെറ്റിക്കുന്ന രീതിയിലുള്ള ചിന്തകൾ, എല്ലാത്തിനോടും ഭയം. ഇപ്പം അനേകം കുഞ്ഞുങ്ങൾ കൗൺസിലിങ്ങിന് അവരെ കൊണ്ടുവരുമ്പോഴുള്ള ഒരു വലിയ പ്രശ്നം ഭയമാണ്. കുട്ടികൾക്കെല്ലാം ഭയമാണ്. എവിടുന്ന ഈ ഭയത്തിൻ്റെ റൂട്ട് എവിടുന്ന? അപ്പോൾ ഇതൊരു പിയർ ഇൻഫ്ലുവൻസും മൂത്ത കുട്ടികൾ പറയുന്നതും ഭയപ്പെടുത്തുന്നതും എല്ലാം കുഞ്ഞു കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭയത്തിൻ്റെ റൂട്ട് കോസായിട്ട് ഇതിനെ കാണാം. നമുക്ക് അനാവശ്യ ഭയത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈശോയിൽ നല്ല ട്രസ്റ്റുള്ള ഒരു കുഞ്ഞിന് ഭയം ഉണ്ടാവത്തില്ല. അപ്പം ആ ഒരു മേഖലയിലല്ല ഇന്ന് നമ്മുടെ മീഡിയയുടെ ഇൻഫ്ലുവൻസ് വരുന്നത്. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നു, അത് കുട്ടികൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നു, എനിക്കത് വാച്ച് ചെയ്യണം. അതായത് അതിനെല്ലാം നോർമലാക്കുക. ഇറ്റ്സ് ഓക്കെ ടു വാച്ച് ഇറ്റ്, അല്ലെങ്കിൽ ഇതൊന്നും കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ ഇമ്പാക്റ്റ് എന്തുമാത്രം വല്ലതാണ്. പലരെയും ഇതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് ആത്മഹത്യാ പ്രവണതയിലേക്ക് നയിക്കുന്നുണ്ട്. പലരും അത് ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്കങ്ങ് മരിച്ചാൽ മതി, എനിക്ക് ജീവിക്കണ്ട. അത് ജീവിതത്തോടുള്ള താല്പര്യമേ നശിപ്പിച്ച് കളയുക, നിരാശ ഉണ്ടാക്കുക, ഒറ്റപ്പെടൽ കൂട്ടുക, സെൽഫ് എസ്റ്റീം കുറയ്ക്കുക, ഭയം കൂട്ടുക. അപ്പം ഇങ്ങനെ ജീവിതത്തോട് പ്രതീക്ഷയില്ലാത്ത ഒരവസ്ഥയിലും ഈ ഹൊറർ മൂവീസ് അല്ലെങ്കിൽ ഗോസ്റ്റ് മൂവീസൊക്കെ കണ്ടിട്ട് കുട്ടികൾ പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. മരിക്കണമെന്നുള്ള ചിന്ത ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നു, മറ്റുള്ളവരോട് വെറുപ്പുണ്ടാക്കുന്നു, മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഇതൊരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആണോ, ഇതിൻ്റെ ഫലമാണോ, ഏതാണെന്നുള്ളതൊക്കെ നമ്മൾ വിവേചിച്ചറിയേണ്ടതുണ്ട്. അതൊക്കെ നമ്മളൊരു കൗൺസിലിങ്ങിലെ അസസ്മെൻറ്റിൽ ചെയ്യും. ഇതൊരു ഡെലിവറൻസ് വേണ്ട കാര്യമാണോ, ഇന്ന മേഖലകൾ കൊണ്ടാണോ, ഇതിലൊക്കെ വാച്ച് ചെയ്തിട്ടുണ്ടായ ഭയത്തിൽ നിന്നാണോ ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവുന്നത്, അതോ എന്തെങ്കിലും ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ, പേരൻസിൻ്റെ മെൻ്റൽ ഹെൽത്ത് മേഖലകൾ, അല്ലെങ്കിൽ ശാരീരികമായ രോഗത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. നെഗറ്റീവായിട്ടുള്ള ചില പ്രത്യേകതകൾ, ഈശോയിൽ നിന്നകന്ന് അവർക്ക് വചനം വായിക്കാൻ താല്പര്യമില്ല, പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, അവർക്ക് വേറൊരു ലോകത്തിലേക്കാണ് അവർ പോകുന്നത്. അതിൻ്റെ അകത്തൊരു ഫാൻറ്റസി വേൾഡ് ഉണ്ട്, ഒരു മിഥ്യാ ലോകത്തേക്ക് പ്രവേശിച്ച് അതിൽ ജീവിക്കുന്ന ഒരവസ്ഥ. ഇതിനകത്തൊക്കെ ഒരു ഡബിൾ വർഷിപ്പ് ഒക്കെ കാണാൻ സാധ്യത ഉണ്ടാവൂലേ ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ? ഇപ്പോൾ ചില കൗൺസിലിംഗ് സെഷനിലൊക്കെ പലർക്കും അറിവില്ലായ്മ കൊണ്ട് ഈ ഫ്രീ മേസണറിയിലും ഇല്ലുമിനാറ്റിയിലും ഒക്കെ അംഗങ്ങളായവരും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വന്നു അതെന്താണെന്ന് മനസ്സിലാക്കാത്തവരും ഒക്കെ കണ്ടുമുട്ടാനിടയായിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു തമ്പുരാനെ ആരാധിക്കാതെ, ഈശോയ്ക്ക് ആരാധിക്കാതെ, ത്രിയേക ദൈവത്തെ ആരാധിക്കാതെ ഉള്ള ഒരു ഗ്രൂപ്പുണ്ട്, അത് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഡെഫിനറ്റ്ലി നമ്മുടെ കൾച്ചറിലുണ്ട്, നമ്മുടെ മീഡിയയിലുണ്ട്, സ്വാധീനത്തിലുണ്ട്, നമ്മുടെ സംസ്കാരം, വളർന്നു വരുന്ന സംസ്കാരത്തിൽ എല്ലാ മേഖലയിലും ഉണ്ട്. അത് എന്താ പറയേണ്ടത്, ഒരു കൾച്ചറിനെ രൂപപ്പെടുത്തുന്ന മേഖലകളാണല്ലോ കല, ആർട്ട്, അതിൻ്റെ അകത്തെല്ലാം ഇതിൻ്റെ സ്വാധീനമുണ്ട്. അപ്പോൾ നമുക്ക് ആ വിവേകം വേണം, നമുക്ക് ഏതാണ് വേണ്ടത്, നമുക്ക് ഏതാണ് വേണ്ടാത്തതെന്ന് മനസ്സിലാക്കാനായിട്ട് കുഞ്ഞുങ്ങളെ സഹായിക്കേണ്ടവർ പേരൻസ് തന്നെയാണ്. കാരണം കുഞ്ഞുങ്ങൾക്കത് തിരിച്ചറിവില്ല. അപ്പോൾ ഇതിലേക്കൊക്കെ പോകുന്ന കുട്ടികൾ ഇതിലേക്ക് പോയി കണ്ടു എന്ന് പറയണമെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം വേണ്ടേ. ഞാൻ എന്താണ് വാച്ച് ചെയ്തതെന്ന് അമ്മയോട് അമ്മ ഞാൻ ഇങ്ങനെ ഒരു മൂവി ഇന്ന് കണ്ടു, അപ്പോൾ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, അല്ല അമ്മയോട് പറയാനോട് സ്വാതന്ത്ര്യം എനിക്ക് വേണം. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലല്ലേ നമുക്ക് പേരൻസിന് അത് അറിയുള്ളൂ. അല്ലെ പേരൻസ് ഫോൺ നോക്കണം, അതിനുള്ള അറിവ് എല്ലാ പേരൻസിനും ചിലപ്പോൾ ഹിസ്റ്ററിയൊക്കെ നോക്കാനും ഒക്കെ ഉള്ള ഉണ്ടാവണമെന്നില്ല. സിസ്റ്റർ, എനിക്ക് തോന്നിയിട്ടുള്ള വ്യക്തമായിട്ടൊരു ഗൈഡൻസ് കുട്ടികൾക്കാണല്ലോ വളർന്നു വന്ന് ഇതിനകത്തൊക്കെ
ട്രാപ്പിൽ ചാടുന്നത്. അപ്പോൾ ചെറുപ്പം മുതലേ വ്യക്തമായൊരു, ഇപ്പൊ സിസ്റ്റർ പറഞ്ഞ പോലെ എനിക്കൊന്നും ഫോണിൽ ഇതുവരെ അങ്ങനെ ഒരു വീഡിയോസ് ഒന്നും വന്നിട്ടില്ല. അപ്പം നമുക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിലേ അതിനകത്ത് വരുള്ളൂ. അപ്പം ഒരു ഗൈഡൻസ്, ഒരു ഫോർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടികളൊന്നും ഇതിലേക്കൊന്നും ചെന്ന് ചാടില്ല. സിസ്റ്റർ ഒരുപാട് ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പൊ ഇതിന് എങ്ങനെയായിരിക്കും ഒരു ഫോർമേഷൻ കിട്ടണ്ടേന്ന് സിസ്റ്റർ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ നമ്മൾ ഈ ധ്യാന കേന്ദ്രത്തില് പ്രത്യേകിച്ച് MCRCയിലൊക്കെ കൗൺസിലിങ്ങിന് ഇരിക്കുമ്പം ഇങ്ങനെയുള്ള കൗൺസിലിംഗ് സെഷനിലാണ് ഈ കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് കൂടുതൽ മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകൾ പിന്നീട് നമ്മളോട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവർ കടന്നു പോകുന്ന, നമുക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടായി കഴിയുമ്പോഴാണല്ലോ അവരത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവർക്ക് ജീവിക്കാൻ തോന്നുന്നില്ല. കാരണം അവരുടെ ജീവിതത്തിൽ ഹോപ്പ് കൊടുക്കുന്ന ഒന്നും തിന്മയ്ക്ക് കൊടുക്കാനില്ലല്ലോ. തിന്മ കൊടുക്കുന്നതൊക്കെ ഒരു മാനിപ്പുലേഷൻ ഉണ്ടാക്കുക തലച്ചോറിൽ. അത് തെറ്റായ ബോധ്യങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ ഹെയ്റ്റ്രഡ് ഉണ്ടാക്കുക, അത് ട്രസ്റ്റ് അല്ലെന്ന് പറഞ്ഞു കൊടുക്കുക, വിശ്വസിക്കാൻ പറ്റുന്നത്. അതാണല്ലോ ഈശോയ്ക്ക് പ്രലോഭകൻ മരുഭൂമി കൊടുത്തത് അങ്ങനല്ലേ. അതായത് ഇതെല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ട് എന്നെ ആരാധിച്ചാൽ ഇതെല്ലാം തരാമെന്ന് പറയുന്നതും കല്ലുകളെ അപ്പമാകാൻ പറയുന്നതും. അപ്പം അങ്ങനെയുള്ള ഒരു തെറ്റായ ബോധ്യങ്ങൾ ജനിപ്പിക്കുന്ന, അതായത് ഇപ്പം നമ്മളൊരു ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന തെറ്റായ ബോധ്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇറ്റ്സ് നോർമലാണ്, ഇറ്റ്സ് ഓക്കെ ആണ്. അപ്പം അത് കുറേ നാൾ കണ്ടു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണിന് ആനന്ദകരവും താൽക്കാലിക സുഖമൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ ഇവഞ്ച്വലി നമ്മളെ നശിപ്പിക്കുകയാണെന്നുള്ള ഒരു ബോധ്യം ഈ കുഞ്ഞിന് ഉണ്ടാവണം. അത് കുഞ്ഞിനുണ്ടാവുന്നതിനേക്കാൾ ഉപരിയായിട്ട് പേരൻസിന് അത് മനസ്സിലാവണം. ഇന്ന് മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലേക്കും പോകാനുള്ള വേൾഡ് വൈഡ് വെബാണ് ഈ കുട്ടി ഉപയോഗിക്കുന്നത്. അത് കുഞ്ഞിന് ഏത് മേഖലയിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ കുട്ടിയോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ് എൻ്റെ കുട്ടി കാണുന്നത്. പേരൻ്റൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു സംഭവം ഫോണിലുണ്ടെങ്കിൽ അത് ചെയ്യണം, ഇല്ലെങ്കിൽ അത് ഞാൻ നോക്കണം. കുഞ്ഞിന് ഫോൺ കൊടുക്കേണ്ട ടൈം എത്ര നേരമാണ് കുഞ്ഞ് ഫോൺ ഉപയോഗിക്കുന്നത്, അല്ലെ കുട്ടി ഉപയോഗിക്കുന്നത്, അല്ലെ ഒരു കൗമാരക്കാർ ഉപയോഗിക്കുന്നത്. അപ്പം ഇനി അവരുടെ ആ ഒരു പ്രായത്തിൽ ഇവർക്ക് മറ്റുള്ളവരോട് അട്രാക്ഷനൊക്കെ തോന്നുന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ പറയാൻ ചിലപ്പോൾ പേരൻസ് നല്ല ഓപ്പൺ മൈൻഡഡ് അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഷെയിം വരും, അവരെ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പോൾ എന്തും കുട്ടികൾക്ക് തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നു പേരൻസിനോട്, അല്ലേ? അത് തുറന്നു പറയാൻ പറ്റുമെങ്കിൽ, നമ്മളെ അവർ ജഡ്ജ് ചെയ്യാതെ എല്ലാം കേൾക്കുമെങ്കിൽ, എൻ്റെ അപ്പനും അമ്മയൊക്കെ എനിക്ക് നല്ലൊരു ഫ്രണ്ടിനെ പോലെയാ, അതേസമയം റെസ്പെക്റ്റ്ഫുള്ളാണ്, മ്യൂച്വൽ റെസ്പെക്റ്റും ഉണ്ട്, എനിക്കെല്ലാം പറയാൻ പറ്റും, എന്നെ ജഡ്ജ് ചെയ്യാതെ കേൾക്കും, ഞാൻ തെറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ എനിക്ക് പറഞ്ഞു തരും, അതിൻ്റെ വരുംവരായികളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്ന പേരൻ്റാണ്. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതിൻ്റെ എല്ലാം വരുംവരായികൾ പറഞ്ഞു കൊടുക്കാൻ അറിയാൻ മേലാത്ത ഒരു പേരൻ്റാണെങ്കിൽ. അപ്പോൾ ഈ പേരൻ്റ് കുറച്ചുകൂടെയൊക്കെ മറ്റുള്ളവരോട് ചോദിക്കുകയും അറിവുള്ളവരോട് ചോദിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ, കുഞ്ഞുങ്ങളെ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ, അല്ലേ? അതെ സിസ്റ്ററെ, ഇങ്ങനെ മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉള്ള ഇങ്ങനെ വരുന്ന ആളുകളുണ്ടല്ലോ, ക്ലയൻസ്. അപ്പോൾ അവരിങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ സിസ്റ്റർ മനസ്സിലാവും ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഹൊറർ തന്നെ ആവണമെന്നില്ല, സൈക്കോ ത്രില്ലറുകളുണ്ട്. അപ്പം ഈ ഇന്ത്യയിലൊക്കെ കൂടുതലും സൈക്കോ ത്രില്ലറുകളാണ് ഡെവലപ്പ് ചെയ്യുന്ന മൂവീസൊക്കെ ഉണ്ടാകുന്നത്, കാണുന്നതല്ല. ഇന്ത്യയിലൊക്കെ കൂടുതലും സൈക്കോ ത്രില്ലറുകൾ ഒരുപാടുണ്ട്, ഇന്ത്യൻ മൂവീസ്. ഡിസ്ട്രാക്ടർ ആയിട്ടുള്ള മൈൻഡുമായിട്ട് സിസ്റ്ററിന്റെ അടുത്ത് എത്തുന്ന കുട്ടികളുണ്ടാവും. എങ്ങനെയായിരിക്കും നമുക്കിവരെ ഇങ്ങനെ ഒരു റിയൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക? എങ്ങനെയായിരിക്കാം? അതായത് ഇങ്ങനെയുള്ള മൂവിക്ക് അഡിക്റ്റഡ് ആയിട്ട് ഇപ്പം ചിലരൊക്കെ സൂയിസൈഡ്, അതായത് സ്ഥിരമായിട്ട് നമ്മളൊരു സീരീസ് സ്ഥിരമായിട്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ കുട്ടികൾക്കൊരു ലോങ്നെസ്സും അതുപോലെ ഒരു സൂയിസൈഡ് മെന്റാലിറ്റി ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവര് വേറൊരു ലോകത്താണല്ലോ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം? നമ്മൾ കൗൺസിലിംഗ് സാധാരണ പേരൻസ് ആയിരിക്കും ഇങ്ങനെ ഒരു കുട്ടിയെ കൊണ്ടുവരുന്നത്. കുട്ടി അത്ര താല്പര്യത്തോടെ ആയിരിക്കണമെന്നില്ല വരുന്നത്. പക്ഷെ ആ കുട്ടിയോട് നമ്മുടെ ഒരു കൗൺസിലിംഗ് റപ്പോ ബിൽഡ് ചെയ്യണമല്ലോ, ഒരു ട്രസ്റ്റ് കുട്ടിക്ക് ഉണ്ടാവണമല്ലോ. കുട്ടിയോടൊരു അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്, അല്ലെങ്കിൽ കുട്ടിയെ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുക. കുട്ടിയുടെ ഈ ഒരു മേഖലയിലേക്ക് പോകാനുണ്ടായ കാര്യം വേറെ ആയിരിക്കും. ചിലപ്പോൾ ഒരു അൺമെറ്റ് ഇമോഷണൽ നീഡായിരിക്കും, അല്ല എന്തെങ്കിലും ഒരു പെയിൻ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടി കുട്ടി ഒന്ന് കയറി കണ്ടതായിരിക്കും, അല്ലെങ്കിൽ ഒരു കൂട്ടുകാർ പറഞ്ഞപ്പോൾ ഒന്ന് ഒരു ട്രയലായിട്ട് നോക്കിയതായിരിക്കാം. അപ്പം ഇതിൻ്റെ റൂട്ട് കോസ് നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം അപ്പം പറയുന്ന ആ പ്രോബ്ലം ആയിരിക്കില്ല റിയൽ പ്രശ്നം, അതിന് പിന്നിലൊരു റിയൽ പ്രോബ്ലം കാണും. ചിലപ്പോൾ അറ്റാച്ച്മെൻറ്റിലെ പരിക്കുകളായിരിക്കാം,
കുഞ്ഞുനാളിലെ വളർന്നു വന്നപ്പോൾ തൊട്ട് എനിക്ക് സ്നേഹം കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരിക്കും. എൻ്റെ സിബ്ലിങ്ങിനെ ആരും കൂടുതൽ അപ്പയും അമ്മയെ സ്നേഹിച്ചത് എന്നോട് സ്നേഹം കാണിച്ചിട്ടില്ല എന്നുള്ളതായിരിക്കാം. അപ്പോൾ ഏതോ ഒരു റീസൺ കൊണ്ടാണല്ലോ കുട്ടി ഇവിടേക്ക് പോയത്, അല്ലെ ഏതോ ഒരു ഇൻസ്പിറേഷൻ കൊണ്ടായിരിക്കാം കുട്ടി പോയത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ ആ മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ആക്റ്റീവായിട്ടുള്ള ലിസണിങ് വേണം. പിന്നെ കുട്ടിയെ നമ്മൾ അവൾ എമ്പതിയാണല്ലോ, എമ്പതി എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഇൻ ടു അതേഴ്സ് ഷൂസ്. ആ കുട്ടി ആയിരിക്കുന്ന പോലെ നമ്മൾ മനസ്സിലാക്കുകയാണ്, അതിന് സമയം കൊടുക്കണം, കോൺഫിഡൻഷ്യാലിറ്റി ഉറപ്പാക്കണം. ഈ ഒരു കാര്യം കുഞ്ഞ് നമ്മളോട് പറയുമ്പോൾ ഈ പേരൻറ്റിനോട് അല്ലെ ഗാർഡിയനായിട്ട് വരുന്നവരോട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ ആ കുട്ടിയുടെ കോൺഫിഡൻഷ്യാലിറ്റിയെ ഞാൻ ബഹുമാനിക്കണം. ആ കുട്ടി ഇപ്പം എന്നോട് പറയാണ് ഇത് അപ്പയോടും അമ്മയോടും ഇപ്പോൾ പറയണ്ട. അപ്പോൾ നമുക്കത് പറയേണ്ട കാര്യമാണെങ്കിൽ നമുക്കത് പതുക്കെ ആ ബന്ധം ആക്കി കഴിഞ്ഞാൽ കുട്ടിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക. അതെങ്ങനെ പറയാൻ പറ്റും, അല്ലെ അതിനെ കോൺഫിഡൻസ് കൊടുക്കുക. അത് പറയുമ്പോൾ നമ്മളും കൂടെ ഇരുന്ന് ആ അപ്പൻ്റെ അമ്മയുടെ റെസ്പോൺസ് എങ്ങനെ ആയിരിക്കണം എന്ന് അവരെ ട്രെയിൻ ചെയ്ത് മനസ്സിലാക്കുക. അത് കുട്ടിയെ വീണ്ടും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലാതാക്കുക. അതൊക്കെ ഉറപ്പാക്കുമ്പോൾ കുട്ടി വളരെ ഓപ്പൺ അപ്പ് ആകും നമ്മുടെ അടുത്ത്, ഇവഞ്ച്വലി ഓപ്പൺ ആകും. തുറവിയാണല്ലോ കൗൺസിലിങ്ങിൻ്റെ ഒരു വിജയം. അപ്പോൾ കുട്ടിയെ ആ തുറവിലേക്ക് നയിക്കാൻ പറ്റുന്ന രീതിയിലാണല്ലോ കൗൺസിലർ റെസ്പോണ്ട് ചെയ്യേണ്ടത്. അതിന് സമയം കൊടുക്കണം, വാലിഡേഷൻ കൊടുക്കണം. അതിൻ്റെ കുഞ്ഞ് വൾണറബിളായിട്ടുള്ള ഇമോഷൻസിന് തോട്ട്സിനൊക്കെ നമ്മൾ വാലിഡേറ്റ് ചെയ്യണം. അങ്ങനെ തോന്നിപ്പോയി അല്ലേ, അത് ആ വിഷമത്തിൽ ആർക്കാണെങ്കിലും അങ്ങനെ തോന്നുമല്ലേ. അപ്പോൾ ആ കുഞ്ഞിൻ്റെ തലത്തിലേക്ക് ഇറങ്ങി ചെന്ന് അതിനെ മനസ്സിലാക്കി സമയം കൊടുത്ത് അതിനെ ബഹുമാനിച്ച് അതിന് സ്നേഹിച്ച് അതിനെ കിട്ടാതെ പോയ ആ സംഭവം ഇതിലേക്ക് ലീഡ് ചെയ്തു അല്ലേ, ആ ഒരു മനസ്സിലാക്കലിലാണ് ഒരു ജഡ്ജ് ചെയ്യാതെ നോൺ ജഡ്ജ്മെൻ്റലായിട്ട് അതിനെ കേൾക്കുകയും മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നിടത്ത് അവിടെ തുറവി വരിക. അപ്പോൾ ആ തുറവിയിലൂടെയാണ് നമുക്ക് കുറച്ച് ഒരു സൈക്കോ എഡ്യൂക്കേഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് ആ ആദ്യത്തെ സെഷനിൽ ചിലപ്പോൾ പറ്റണമെന്നില്ല. എന്നാലും പിന്നെ നമ്മുടെ കൗൺസിലിംഗ് സെഷനിലെല്ലാം നമ്മൾ ഈശോയും കൂടെ കൊടുക്കണം അല്ലേ. ഇപ്പം എല്ലാ നമ്മുടെ ഒരു ആത്മാവും മനസ്സ് ശരീരവും അല്ലേ. അപ്പം നമ്മുടെ ആത്മാവ് എപ്പോഴും ദൈവത്തിലേക്കാണ് റീച്ച് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു വിശ്വാസമുള്ള അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും ഈശോയോടുള്ള ബന്ധം അവൾക്ക് അല്ലെങ്കിൽ അവന് എങ്ങനെയാണ് ഈശോയോടുള്ള ബന്ധത്തിൽ ഇപ്പോഴും അതും അസസ് ചെയ്യാം. ആ ബന്ധം നല്ലതാക്കി പോകാൻ ആഗ്രഹമുണ്ടോ, ആ ആഗ്രഹം ഉണ്ടെങ്കിൽ അതെങ്ങനെ പോകണം. ഇതെല്ലാം ആ കൗൺസിലിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഒരു കുട്ടികളുടെ ഒരു ധ്യാനം ഉണ്ടെങ്കിൽ അത് കൂടാൻ വിടുന്നത് നല്ലതായിരിക്കും. അങ്ങനെ വിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുട്ടികൾ പോകുകയും അതിൽ നിന്നൊക്കെ റിക്കവർ ആവുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൗൺസിലിംഗ് സെഷൻ. അപ്പം ഇനിയും ചിലർക്ക് വൈറ്റമിൻ ഡി നോക്കണമായിരിക്കും, ചിലർക്ക് ഡോക്ടറിനെ കാണുമായിരിക്കും. അപ്പോൾ ഒരു സൈക്കോ സ്പിരിച്വൽ അപ്രോച്ചിനോടൊപ്പം തന്നെ ബയോളജിക്കലായിട്ടുള്ള മേഖലകളും എല്ലാം കൂടെ ഫോക്കസ് ചെയ്ത് വേണം നമ്മൾ ആ റിക്കവറിയിലേക്ക് കൊണ്ടുവരാനായിട്ട്. സിസ്റ്റർ, ഇപ്പോൾ ഈ സൂയിസൈഡ് ടെൻഡൻസി മാത്രമല്ല, ഇപ്പോൾ ഈ ഹൊറർ മൂവീസ് ഒക്കെ കാണുന്നതുകൊണ്ട് കുട്ടികൾ മറ്റ് പല അപകടങ്ങളിലേക്കും പോകാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒന്ന് വിവരിക്കാവോ? കുഞ്ഞുങ്ങൾ ചിലപ്പോൾ അതായത് ഒരു തിന്മയുടെ സ്വാധീനം എന്ന് പറയുന്നത് ഒരു മാനിപ്പുലേഷനുണ്ട്, ചില അബ്യൂസ്, ചില കുട്ടികൾ ചില വേദനകളുള്ള കുട്ടികളായിരിക്കാം ചില തിന്മകളിലേക്കൊക്കെ പെട്ടുപോകുന്ന കണ്ടിട്ടുണ്ട്. അതായത് സെക്ഷുവലായിട്ടുള്ള പെർവേഷൻസ്, അല്ലെങ്കിൽ ആ കുഞ്ഞ് തലച്ചോറിന് പറ്റാത്ത ആ ഒരു സമയത്ത് ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടാത്ത ചില മേഖലകളിലേക്ക്, അല്ലെങ്കിൽ ചിലരുടെ കെണികളിലൊക്കെ പെട്ടുപോകുന്നു. അതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്ന ആ വിവേകം കിട്ടാതെ പോകുന്നു. റിപ്പീറ്റഡ് ആയിട്ടുള്ള അബ്യൂസസ് അവരിൽ സംഭവിക്കുന്നു, അതൊന്നും ആരോടും പറയാൻ പറ്റാതെ പോകുന്നു. ചില കെണികളിൽ ചെന്ന് പെടുന്നു. ചിലപ്പം ചില ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്ന ഒരു കൂട്ടത്തിലായിരിക്കും, അല്ല ചിലപ്പോൾ ഒരു അഗ്രസീവ് ഗ്രൂപ്പിൻ്റെ കൂടെ ആയിരിക്കും, ഗുണ്ടായിസം അല്ലെങ്കിൽ തിന്മ പറയുന്ന ഒരു കൂട്ടരുടെ കൂടെ ആയിരിക്കും. അപ്പോൾ ഈ തിന്മ എപ്പോഴും നയിക്കുന്നത് തിന്മയിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും നന്മയുണ്ടാവുന്നില്ല, അത് വീണ്ടും തിന്മയുടെ സ്വാധീനത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് സെക്ഷുവൽ പെർവേഷൻസിലേക്ക് അല്ലെങ്കിൽ അഗ്രസീവായിട്ടുള്ള ഒരു അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലേക്ക്, തിന്മ വർദ്ധിപ്പിക്കുന്ന തലത്തിലുള്ള കാര്യങ്ങൾ ഉള്ള ഗ്രൂപ്പുകളിലേക്ക് പോകുന്ന കണ്ടിട്ടുണ്ട് കുട്ടികൾ. അങ്ങനെ പോയിട്ട് പിന്നെയാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പം അതിൻ്റെ റൂട്ട് കിടക്കുന്നത് ഇവിടെ കണ്ടാണ് തുടങ്ങിയേക്കുന്നത്. അതുപോലെ തന്നെ ചിലർ ഈ ബുദ്ധിയുടെ തലത്തിൽ, ചിന്തയുടെ തലത്തിൽ, അപ്പോൾ ആ ദൈവമായിട്ടുള്ള ബന്ധം അങ്ങ് പാടെ പോയിട്ട് വേറെ ചില ആശയങ്ങളിലേക്കൊക്കെ പോവാം. അപ്പോൾ നമ്മുടെ ബുദ്ധിയും യുക്തിയും ഇച്ഛാശക്തിയും എല്ലാം പ്രവർത്തിക്കുന്നത് അതിൻ്റെ വെളിച്ചത്തിലാണ്.
അപ്പം അങ്ങനെയുള്ളവർ അത് ഹീൽ ചെയ്യപ്പെടാതെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇപ്പം ഈശോയിൽ വിശ്വസിക്കുന്ന ഒരാൾ കല്യാണം കഴിക്കുക, അപ്പോൾ അവിടെ ഭയങ്കര കോൺഫ്ലിക്റ്റ് വരും. ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റത്തില്ല. ഈ ആശയങ്ങളുമായിട്ട് ഒരു തരത്തിൽ ജീവിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു കുട്ടി എന്നോട് കല്യാണം കഴിഞ്ഞ ഒരു കുട്ടി റെഫർ ചെയ്ത ഒരു കാര്യമാണ്, ഭർത്താവ് ഫ്രീ മേസണറിയിലെ അംഗമാണ്. അപ്പം ഈ കുട്ടിക്ക് അതിൻ്റെ അകത്ത് ഇൻവോൾവ് ഒന്നും ആവാൻ ആഗ്രഹമില്ല, ആയിട്ടില്ല. ഈശോയ്ക്ക് 1-ാം സ്ഥാനം കൊടുത്ത് ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ ആ കട്ടിലെ പോലെ ഇരിക്കാനോ കിടക്കാനോ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഒട്ടും പൊരുത്തപ്പെട്ടോ അഡ്ജസ്റ്റ് ചെയ്തോ പോകാൻ പറ്റത്തില്ല. ഭയങ്കരമായിട്ട് കലഹം ഉണ്ടാവുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അത് രണ്ടും കൂടെ പൊരുത്തപ്പെടത്തില്ലല്ലോ. അപ്പം ഇത് തന്നെയാണ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ. അവരെ ആർക്കും തെറ്റിലേക്ക് പോകുമ്പോൾ അവർക്കത് തെറ്റാന്ന് പോലും മനസ്സിലാക്കാത്ത വിധം കെണിയിലേക്ക് പോകുന്നുണ്ട്, അപകടങ്ങളിലേക്ക് പോകുന്നുണ്ട്, അപജയങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ചില കേസുകളിലൊക്കെ ഈ ഡാർക്ക് വെബ് അങ്ങനെയുള്ളതിലൂടെ പല തിന്മകളിലേക്ക് പല സാധനങ്ങൾ വാങ്ങിക്കുക, ഉപയോഗിക്കുക, അതൊക്കെ അഡിക്ഷനിലേക്ക് നയിക്കുന്നത് തന്നെയാണ്. അത് പല മേഖലകളിലുള്ള അഡിക്ഷൻ ഉണ്ടല്ലോ, അതിലേക്കൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുക. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് അത് ഞാൻ തെറ്റിലോട്ടാണ് പോകുന്നതെന്ന് പോലും മനസ്സിലാകത്തില്ല. ഇതൊക്കെ കണ്ടു കഴിയുമ്പം അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷമൊന്നും അവർക്ക് അത് തെറ്റാണെന്നോ, അത് വിവേചനം നഷ്ടപ്പെടുക, വിവേചനാശക്തി പോകുന്നുണ്ട്. പിന്നെ അങ്ങനെയൊക്കെയുള്ളൊരു കേസിൽ നമുക്ക് മനസ്സിലാകുന്ന പേരൻ്റൽ ഇൻവോൾവ്മെൻ്റ് ഇല്ല. പേരൻസ് ചിലപ്പം ഇതൊന്നും മനസ്സിലാക്കുന്നതില്ല, അല്ലെങ്കിൽ അവർ എന്താ പറയണ്ടേ, അവരെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടാവും, ബാക്കി കാര്യങ്ങളിലൊന്നും ഇൻവോൾവ് അല്ലാത്ത പേരൻസ്. ഇപ്പം നമുക്ക് പേരൻസിൻ്റെ കേസിൽ തന്നെ നമുക്ക് മനസ്സിലാകാം, നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അവരും ചില ട്രോമകളിലൂടെയൊക്കെ കടന്നു പോയിട്ട് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നുപോയി കുഞ്ഞുങ്ങളെ നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റാത്ത പേരൻസ് ആണെങ്കിൽ അവർക്കും ഹീലിംഗ് വേണം. ഇനി ഇങ്ങനെ വരുന്ന കുട്ടികളുടെ പേരൻസിനെയും ചിലപ്പോൾ നമുക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് കേസുകളുണ്ട് അങ്ങനെയൊക്കെ. സിസ്റ്റർ, ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഹൊറർ മൂവീസും അല്ലെങ്കിൽ അതുപോലുള്ള സീരീസും ഒക്കെ സൃഷ്ടിക്കുന്ന ഒരു എഫക്റ്റിനെ പറ്റിയിട്ടാണ്. തീർച്ചയായിട്ടും ഇതിനകത്തൊരു ഡെവിൾ വർഷിപ്പ് ഉണ്ട്. സിസ്റ്ററിൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ നിന്ന് സിസ്റ്റർ അങ്ങനെയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനൊരു ഡെവിൾ വർഷിപ്പ് ഉണ്ടെങ്കിൽ അതിനെ ഹീൽ ചെയ്യാൻ ഈശോയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫോളോ അപ്പിലൂടെ. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ സിസ്റ്ററെ? അല്ലെങ്കിൽ ഗോസ്റ്റ് മൂവീസ് അല്ലെ ഹൊറർ മൂവീസ് റിപ്പീറ്റഡ് ആയിട്ട് കണ്ട് അവർക്കുണ്ടാകുന്ന ഫിയർ, അവരുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ചിലത് ജീവിക്കണ്ടെന്ന് തോന്നുന്നത്, ഒത്തിരി ബിഹേവിയേഴ്സ് നെഗറ്റീവായിട്ട് അത് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ. അപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളെ നമ്മളെങ്ങനെ റിക്കവർ ചെയ്യുന്നു എന്നുള്ളത് കൗൺസിലിങ്ങിൽ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ മാമോദീസായുടെ ഓത്തെടുക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, സാത്താനെയും അവൻ്റെ എല്ലാ ഇതിനെ ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവൻ്റെ തന്ത്രങ്ങളെയും അവൻ്റെ കാര്യങ്ങളെയും അവൻ്റെ വചനങ്ങളെയും അവൻ്റെ എല്ലാ കാര്യങ്ങളെയും നമ്മൾ വെറുത്തുപേക്ഷിക്കാൻ തയ്യാറാകുന്നിടത്ത് നമ്മളിത് കാണാതിരിക്കുകയും ഇങ്ങനെ നമ്മളിൽ ഈ സ്വാധീനം ഉണ്ടാക്കുന്ന എല്ലാത്തിനെയും വെറുത്തുപേക്ഷിക്കുന്നു എന്നും കൂടെയാണല്ലോ. നമ്മളത് കാണുന്നത്, അതിനോടുള്ള പ്രവണത, ആസക്തി എല്ലാത്തിനെയും വെറുത്തുപേക്ഷിക്കുന്നു. അപ്പം അതൊക്കെ നടക്കുന്നത് ഒരു ഡെലിവറൻസ് ശുശ്രൂഷയിലാണ്. അപ്പം അത് ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ഉള്ള ധ്യാനങ്ങളിൽ ആ ഡെലിവറൻസ് പ്രത്യേകമായിട്ട് ഒരുക്കപ്പെട്ട വൈദികരുടെ കൈവപ്പിലൂടെയും ആ ഒരു പ്രാർത്ഥനയിലൂടെയും അല്ലേ, ദൈവവചനം നിരന്തരമായിട്ട് പ്രാർത്ഥിച്ച് ധ്യാനിക്കുന്നതിലൂടെയൊക്കെയാണ് ഡെലിവറൻസ് കിട്ടുന്നത്. അപ്പം അങ്ങനെയുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരുക്കം നമ്മൾ തന്നെ ആഗ്രഹിക്കുക. അതിനിപ്പോൾ കുട്ടികളാണെങ്കിൽ നമ്മൾ കുട്ടികളെ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശുശ്രൂഷ, കൺഫെഷൻ, കുമ്പസാരം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കുമ്പസാരം, സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ പറ്റുന്ന എല്ലാ ആയുധങ്ങളും നമ്മൾ ധരിക്കേണ്ടതുണ്ട്. അപ്പോൾ കുമ്പസാരം, കൂദാശകളോട് ചേർന്ന് നിൽക്കുക, ദൈവവചനം വായിക്കുക, ഈ ഡെലിവറൻസ് ശുശ്രൂഷ അല്ലെങ്കിൽ ധ്യാനത്തിൽ പങ്കുചേരുക. അങ്ങനെ ദൈവരാജ്യത്തിനും ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്ത് ഈശോയോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളിലൂടെയും മുന്നോട്ട് പോകേണ്ട വലിയൊരു ആവശ്യം കൂടി ഇതിലുണ്ട്. അപ്പോഴാണല്ലോ ഒരു കംപ്ലീറ്റ് ഹീലിംഗ് കിട്ടുന്നത്. അപ്പം അങ്ങനെ റിക്കവറായ അനേകം കുട്ടികളെ എനിക്കറിയാം. ഈ തമ്പുരാനോട് ചേർന്ന് നിന്നേ അത് നടക്കത്തുള്ളൂ. അപ്പം അല്ലാതെ ഒരു കൗൺസിലിംഗ് മാത്രമായിട്ട് ഈ ഒരു മേഖല ഇല്ലാത്ത ഒരു കൗൺസിലിങ്ങിലൂടെ അത് സാധ്യമല്ല. ഈ ഒരു മേഖലയിൽ അത് ഈശോയുടെ വലിയ കൃപ ആവശ്യമാണ് അതിൻ്റെ ഒരു റിക്കവറിക്ക്.
അത് ഏത് കൗൺസിലിങ്ങിന് ഏത് പ്രശ്നത്തിലും അതാണ് ഈശോയുടെ കൃപ വേണമല്ലോ. ഈശോയുടെ സൗഖ്യമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നമ്മൾ ആന്തരിക സൗഖ്യം എന്ന് പറയുന്നത്. അത് അവിടെയാണ് നമ്മൾ പറയുന്ന 21 വയസ്സിൽ താഴെയുള്ള നമ്മുടെ മുറിവേറ്റ അനുഭവങ്ങളുടെ ഹീലിംഗ് എന്നൊക്കെ പറയുന്നിടത്തും ഈശോയുടെ കൃപ വേണം, ക്ഷമിക്കാൻ കൃപ വേണം, നമ്മളോട് തന്നെ ക്ഷമിക്കണം, മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടതുണ്ട്. എന്നെ ഉപദ്രവിച്ചവരോട് ഞാൻ അകാരണമായിട്ട് മുറിവേറ്റതാണെങ്കിൽ കൂടിയും ഞാൻ എന്നോട് മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടതുണ്ട്. അതെല്ലാം ഇതിനകത്ത് ഉണ്ട്. കാരണം ഈ കുഞ്ഞ് എന്ത് കാരണം കൊണ്ടാണ് ഇതിലേക്കൊക്കെ പോയെന്നുള്ളിടത്താണ് നമ്മളത് ചിന്തിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ആവശ്യമായിട്ട് ഈ ഫോർഗീവ്നെസ് ഇതെല്ലാം തരുന്നത് ഈശോയുടെ ഒരു കരുണയിലും കൃപയിലുമാണല്ലോ. അത് കൂദാശകളിലൂടെയും വചന ശുശ്രൂഷയിലൂടെയും പ്രാർത്ഥനയിലൂടെയും കിട്ടുന്നത്, എളിമപ്പെടലിലൂടെയും. അപ്പം പെനൻസസ് ഒക്കെ എടുക്കേണ്ടതുണ്ട്, ഉപവസിക്കേണ്ടതുണ്ട്. അപ്പം അത് ഓരോരുത്തരുടെയും പ്രായവും ആരോഗ്യവും അനുസരിച്ച് ഇപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ ഗൈഡ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ കൗൺസിലിങ്ങിൽ നമ്മൾ അങ്ങനെ ഗൈഡ് ചെയ്തുകൊണ്ട് പോകേണ്ടതുണ്ട്. അക്കമ്പനിമെന്റ് വേണം. അധികം ആരും കടന്നു ചെല്ലാത്ത എന്നാൽ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. സമൂഹത്തിന് നല്ല അവബോധം ഉണ്ടായിരിക്കേണ്ട കുറച്ച് മേഖലകളിലൂടെയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കടന്നുപോയത്. തീർച്ചയായിട്ടും ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വിളക്കായി നിന്നെ നയിക്കുന്ന ദൈവം. നമ്മുടെ ദൈവമാണ് നമ്മുടെ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും ഉറവിടം. അപ്പോൾ ദൈവം തന്ന ജീവിതം മനോഹരമായി ജീവിക്കാൻ, കൃതജ്ഞതയോടെ ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ. ഒപ്പത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റു വിഷയങ്ങളുമായി കാണാം. താങ്ക് യു.